2024 വഖഫ് ഭേദഗതി ബിൽ ഇന്ത്യയിലുടനീളം വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ടു. എന്നാൽ എന്താണ് മാറുന്നത്? നമുക്കത് ലളിതമായി വിശദീകരിക്കാം. ഇന്ത്യയിലുടനീളമുള്ള വഖഫ് ബോർഡുകൾ കൈകാര്യം ചെയ്യുന്ന ഇസ്ലാമിലെ മതപരമോ ജീവകാരുണ്യപരമോ ആയ ആവശ്യങ്ങൾക്കായി സംഭാവന ചെയ്യുന്ന സ്വത്തുക്കളെയാണ് വഖഫ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ എന്താണ് മാറുന്നത്? ഒന്നാമതായി, കുറഞ്ഞത് 5 വർഷമെങ്കിലും ഇസ്ലാം ആചരിച്ച വ്യക്തികൾക്ക് മാത്രമേ വഖഫ് പ്രഖ്യാപിക്കാൻ കഴിയൂ. കൂടാതെ കാലക്രമേണ മതപരമായ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന ഭൂമി വഖഫായി പ്രഖ്യാപിക്കാൻ കഴിയുന്ന ഉപയോക്താവിന്റെ വഖഫ് എന്ന ആശയം ഇപ്പോൾ നീക്കം ചെയ്തിരിക്കുന്നു. രണ്ടാമതായി, വഖഫ് സ്വത്ത് സർവേകൾ ഇനി ഒരു സർവേ കമ്മീഷണർ നടത്തില്ല. പകരം കളക്ടർ പോലുള്ള ജില്ലാ ഉദ്യോഗസ്ഥർ അവ കൈകാര്യം ചെയ്യും. മൂന്നാമതായി, വഖഫ് ബോർഡുകളുടെ ഘടന മാറും. ആദ്യമായി വിശാലമായ പ്രാതിനിധ്യത്തിനായി മുസ്ലിം സ്ത്രീകളെയും മുസ്ലിങ്ങളല്ലാത്തവരെയും ഉൾപ്പെടുത്തും. നാലാമതായി, സുതാര്യത ഉറപ്പാക്കുന്നതിനും തർക്കങ്ങൾ തടയുന്നതിനുമായി എല്ലാ വഖഫ് സ്വത്തുക്കളും ഇപ്പോൾ ഒരു കേന്ദ്ര ഡാറ്റാബേസിൽ രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ ഈ ബിൽ വിവാദമാകുന്നത് എന്തുകൊണ്ട്? വഖഫ് സ്ഥാപനങ്ങളെ ദുർബലപ്പെടുത്തുകയും സമൂഹത്തിൽ നിന്ന് നിയന്ത്രണം എടുത്തുകളയുകയും ചെയ്യുന്നുവെന്ന് എതിർക്കുന്നവർ വാദിക്കുന്നു. ഇത് മതപരമായ അവകാശങ്ങളെ പരിമിതപ്പെടുത്തുന്നുവെന്ന് അവർ വിശ്വസിക്കുന്നു. മറുവശത്ത്, ബിൽ സുതാര്യത വർദ്ധിപ്പിക്കുകയും ഭൂമി കയ്യേറ്റങ്ങൾ തടയുകയും വഖഫ് സ്വത്തുക്കളുടെ മികച്ച ഭരണം ഉറപ്പാക്കുകയും ചെയ്യുന്നുവെന്ന് പിന്തുണയ്ക്കുന്നവർ പറയുന്നു. അടുത്തത് എന്താണ്? ബിൽ നിലവിൽ ഒരു പാർലമെന്ററി കമ്മിറ്റിയുടെ അവലോകനത്തിലാണ്. ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? ഈ ബിൽ ആവശ്യമായ പരിഷ്കാരമാണോ അതോ വിവാദപരമായ നീക്കമാണോ? അഭിപ്രായങ്ങളിൽ ഞങ്ങളെ അറിയിക്കുക.